ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മലയാളം പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മള് മലയാളത്തിലെ ആസ്വാദനക്കുറിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ഈ 10ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷയിലൊക്കെ അവസാനത്തെ ഒരു 6 മാർക്കിന്റെ ചോദ്യം തന്നെ ആസ്വാദനക്കുറിപ്പാണ്. അത് എഴുതി കഴിഞ്ഞാൽ നന്നായി, എഴുതി കഴിഞ്ഞാൽ പാസ്സായി എന്നാണ് കണക്കൂട്ടാം. നമുക്ക് അത്രയും ഉറപ്പുള്ള ഒരു ചോദ്യമാണ് 6 മാർക്കിന്റെ ആസ്വാദനക്കുറിപ്പ്. എങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ കഴിയും എന്നുള്ളത് പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നൊരു പ്രവർത്തനം തരുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട്. 5ാം ക്ലാസ് മുതൽ മലയാളം പഠിക്കുന്ന എല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ട്. പക്ഷെ അതിൽ എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൂടി പറയുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി. അതിനു വേണ്ടി ഞാനൊരു 10ാം ക്ലാസ്സിലെ അമ്മത്തൊട്ടിൽ എന്ന പദ്യം ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പൊ ആ പദ്യത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിലൂടെ കടന്നു പോകാം. അപ്പൊ അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ കുറച്ച് വരികളൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം, ഉറക്കച്ചടവുമായി 2-3 നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തൊരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും, അമ്മയെടുത്തുകൊണ്ടപ്പടിയോരോന്നു കേറിക്കിതച്ചതും, അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോ. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുതറിയും എത്തിയതും, ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും, ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും, പിച്ചിയതാര് കരിഞ്ഞൊരീ കൈകളോ, പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകയായി. എങ്ങിനിക്കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ? പുറത്തേക്കശാന്തനായി ഈശ്വരൻ കാറ്റുന്നു കൊള്ളാനിറങ്ങിയോ? ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി
കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അമ്മത്തൊട്ടിൽ എഴുതിയിട്ടുള്ള റഫീഖ് അഹമ്മദ് എന്ന കവിയാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ കവിയെ പറ്റിയിട്ടും കവിതയെ പറ്റിയിട്ടും ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു പോകണം, പൊതുവായി ഒന്ന് പറഞ്ഞു പോകണം. ഇപ്പോ എഴുതിയ കവിയുടെ പേരൊക്കെ അടിയിൽ ഉണ്ടാവും കേട്ടോ. നമ്മളെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കാത്ത ഒരു കവിതയാണ് തന്നെങ്കിൽ അടിയിൽ കവിതയുടെ പേരുണ്ടാവും, കവിയുടെ പേരും കവിതയുടെ പേരും ഉണ്ടാവും. അപ്പൊ ആ കവിതയെ വെച്ചപ്പോ റഫീഖ് അഹമ്മദ്, അമ്മത്തൊട്ടിൽ എന്ന കവിത എഴുതിയിട്ടുള്ളത് റഫീഖ് അഹമ്മദ് ആണ്. അപ്പൊ യുവ കവികളിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് റഫീഖ് അഹമ്മദ്. കുന്നംകുളത്തിന്റെ അടുത്താണ് സ്വദേശം. ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സിനിമ മേഖലയിലും സജീവമായിട്ടുള്ള ഒരാളാണ് റഫീഖ് അഹമ്മദ്. നിങ്ങൾക്ക് അറിയാൻ വെച്ച ഒന്ന് രണ്ട് സിനിമാ പാട്ടൊക്കെ കൂട്ടത്തിൽ എഴുതി പോകും. അങ്ങനെ നമ്മൾ കവിയുടെ സെക്ഷൻ അത് അവസാനിപ്പിക്കാം. 4-5 വരി എഴുതി അത് അവസാനിപ്പിക്കാം. പിന്നെ അടുത്തായിട്ട് കവിത. നമുക്ക് മൊത്തത്തിൽ ആ കവിത വായിക്കുമ്പോൾ എന്തിനെ പറ്റിയാണ് കവിത എഴുതിയിട്ടുള്ളത് ധാരണ വരും. ഇപ്പോ അമ്മത്തൊട്ടിൽ എന്ന കവിത എഴുതിയിട്ടുള്ള ഒരു അമ്മയെ മകൻ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. അപ്പൊ ആ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് എഴുതി പോവാം. ഒരു മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ് ഈ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. അതിന്റെ ആ പേര് എത്രത്തോളം കവിതയ്ക്ക് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത് അടുത്ത വരികളിലൊന്നും എഴുതാം. ഇത്ര ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. പിന്നീട് ആ കവിതയുടെ പ്രമേയം അല്ലെങ്കിൽ ഇതിവൃത്തത്തിലൂടെ ഒന്ന് കടന്നു പോകണം. ഇപ്പൊ ഒരു ഇതിവൃത്തം പ്രമേയം എന്നൊക്കെ പറയുമ്പോൾ എന്താ, ആ കവിത എങ്ങനെയാണ്, എന്താണ് കവിത എഴുതാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് കൂടി നമുക്ക് കണ്ടെത്താം. ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് മക്കളെ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാർ ഒരുപാടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ വൃദ്ധസാധനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഈ കവിതയ്ക്ക് ഒരു പ്രാധാന്യം വരുന്നത്. അത് നമുക്ക് ഇവിടെ എഴുതി പോകാം. ഓക്കെ. ആ കവിതയില് നമ്മള് കാണുന്നത് അമ്മേനെ കാറിൽ കൊണ്ടാക്കുന്നു, ഓരോ സ്ഥലത്ത് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു, മകൻ ഓരോ സ്ഥലത്തും ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു, ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു പ്രമേയം എഴുതി പോകാം. പിന്നീട് അതിന്റെ ആശയം എന്താണ് ആ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായും ആ കവിതയുടെ ആശയം നമുക്ക് തന്നിട്ടുള്ള ഭാഗത്തിന്റെ മുഴുവനായിട്ടുള്ള ആശയം അതിൽ വേണം. ഇപ്പൊ അമ്മത്തൊട്ടിലിനെ കുറിച്ചിട്ടാണ് പറയാന്ന് വെച്ചാല്, അമ്മ ആദ്യം മകൻ കാറില് അമ്മേനെ കൊണ്ടുപോകുന്ന രംഗത്തോടെയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഓരോ സ്ഥലത്ത് ആദ്യം ഒരു വലിയ മാളിന്റെ മുകളിൽ ഇറക്കാൻ ശ്രമിക്കുന്നു, മുമ്പിൽ ഇറക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ പട്ടികൾ കുറച്ച് ആടുന്നുണ്ടാവും അവിടെ. അപ്പൊ ആ പട്ടി തന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുറച്ച് ആടുന്നത്, അത് പറയാം. അതുപോലെ പിന്നീട് കൊണ്ടുപോകുന്നത് അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ കളയാന്ന് വിചാരിക്കുന്നു, പിന്നീട് ആശുപത്രിയുടെ മുമ്പിൽ കളയാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ആശയം എഴുതുന്നതിലൂടെ എഴുതി. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് അലങ്കാരങ്ങളും വർണ്ണനകളും. വർണ്ണനകളും വൃത്തങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അടുത്തായിട്ട് വരണം. ഇപ്പൊ അതിലെ ഒരു അലങ്കാരമുണ്ട്. അമ്മയുടെ കണ്ണുകളിലെ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണം, പഴയ പിഞ്ഞാണം പോലെയുണ്ട് അമ്മയുടെ കണ്ണുകൾ. അത്രയും മോശമായി, പ്രായമായിട്ടായാലും. അതുപോലെ ചുക്കിച്ചുളിഞ്ഞ കൈച്ചുള്ളികൾ, കൈയൊക്കെ കൈകളെ ഇവിടെയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ആകെ വയസ്സായി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗം. അപ്പൊ ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപമ വരുന്നുണ്ട് അലങ്കാരമായിട്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് എഴുതി പോകണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വാങ്മയ ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഈ വാങ്മയ ചിത്രം കേട്ടിട്ടുണ്ടാവും. ആ കവിതയിലെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാം. റഫീഖ് അഹമ്മദ് ആ കവിതയിൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് അമ്മ
കൂനിക്കൂടി ഇരിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് കവിതയുടെ തുടക്കത്തിൽ തന്നെ. മാറോട് ചേർത്ത് കൈകളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊരു ചിത്രമാണ്. നമുക്ക് ആ വരികൾ കാണുമ്പോൾ വായിക്കുമ്പോൾ അമ്മ ഇരിക്കുന്ന ആ പൊസിഷൻ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം. അതാണ് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് എഴുതാവുന്ന മറ്റൊരു കാര്യമാണ് ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം. പൊതുസമൂഹത്തിന് ഈ കവിത നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത്. ഈ കവിത നൽകുന്ന സന്ദേശം കവിത മൊത്തം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ കവിതയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കവിത പറഞ്ഞു വെക്കുന്നുണ്ട്, അമ്മയെ ഉപേക്ഷിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും ശരിയല്ല. അവസാന നിമിഷത്തില് അമ്മ നമുക്ക് വേണ്ടി കണ്ണടയ്ക്കാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തോടാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പൊ അത്രയും കൃത്യമായി അമ്മയെ മക്കൾ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നൊരു സന്ദേശമാണ് റഫീഖ് അഹമ്മദ് ഈ കവിതയിലൂടെ തരുന്നത്. അതിന് ഭാര്യ കുറ്റം പറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത് എഴുതണം. പിന്നെ നമുക്ക് പറയാൻ, അല്ലെ, നമ്മൾ ആ കവിത വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ എന്താണുള്ളത് എന്നുകൂടി പറയണം. ഇതിന്റെ സന്ദേശമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം. അതോടൊപ്പം നമുക്ക് എഴുതാവുന്ന കാര്യമാണ് ഈ കവിതയിലെ നമുക്ക് ഇഷ്ടമായ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 വരികൾ എടുത്ത് എഴുതാം. ആ വരികൾ ഇഷ്ടമാവുന്നുള്ള കാരണം കൂടി പറഞ്ഞ് നമുക്ക് ആസ്വാദനക്കുറിപ്പ് അവസാനം. ഇത്രയൊക്കെ എഴുതി വരുമ്പോ തന്നെ എന്തായാലും 1-1.5 പുറം നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ആയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു ആസ്വാദനക്കുറിപ്പ് മനോഹരമായി എഴുതാം. നമുക്ക് അതിന്റെ ഫുൾ മാർക്കും വാങ്ങിക്കാം. ഇപ്പൊ പഠിക്കുന്നവർക്ക് മാത്രമല്ല, ആർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.